അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് അതായത് ഉടമ്പടി വന്നിരിക്കുന്നൊരു വിഷയം, ഒരു ധാരണ പിശകെന്ന് പറയണത് 90 ദിവസം കൊണ്ട് ഉടമ്പടി തീരുമെന്നാണ്. പക്ഷെ പ്രഗ്മാറ്റിക് എന്നതാണ് ഈ പ്രയോഗം ദൈവത്തെ ഉപയോഗിക്കുന്ന രീതിക്കാണെങ്കിൽ ഓക്കെ 90 ദിവസം കൂടെ തീരും. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ 90 ദിവസത്തിൽ തീരത്തില്ല. ദൈവം നോക്കണത് ശാശ്വതമായ ബന്ധമുണ്ടോ എന്നാണ് നോക്കണത്. 90 ദിവസത്തേക്ക് ഒരു ഇടക്കാല ബന്ധവും ദൈവമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കണം തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലോങ് ടേം സ്കീമാണ് പ്രിഫർ ചെയ്യേണ്ടത്. നിങ്ങൾ ഉടമ്പടി കർത്താവേ എനിക്ക് 90 ദിവസമല്ലേ, എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വ്യക്തിപരമായിട്ട് നിനക്ക് വേണ്ടി ജീവിക്കണം ആഗ്രഹമുണ്ട്, എന്നെ സഹായിക്കണം, ഞാൻ കുറച്ച് ഇങ്ങനെ കൈപ്പിഴയൊക്കെ വന്ന് അശ്രദ്ധയൊക്കെ ഉള്ള ആളാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് സത്യസന്ധമായിട്ട് ദൈവമായിട്ടൊരു ഒത്തുതീർപ്പാണെങ്കിൽ ദൈവം നിന്നെ സഹായിക്കും. ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആൾ പഴയ നിയമത്തിൽ ഡേവിഡാണ്. ഡേവിഡിനെ ശരിക്കും പറഞ്ഞാൽ അവതരിപ്പിക്കാൻ പറ്റാത്തൊരാളാണ്, നിങ്ങൾക്കറിയാം. എന്നാലും ദാവീദിൻ്റെ ചില കൈയിരിപ്പ് കാരണം ദൈവം പറഞ്ഞു, ദാവീദ് കയ്യിൽ നിന്നൊക്കെ കുറച്ച് അബദ്ധം പുള്ളിക്ക് വരുമെങ്കിലും പുള്ളി ദൈവത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോരുന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് കയ്യബദ്ധം വരെ പുള്ളി അത് തുറന്ന് പറയുന്നുണ്ട്, കർത്താവ് ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എൻ്റെ മനസ്സിരിപ്പ് നിൻ്റെ മുമ്പിൽ നിന്ന് പോരും തന്നെയാണ്. അതാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല. ഇന്നലെ എന്ത് സംഭവിച്ചാൽ നമുക്കുണ്ടാകാവുന്ന മാക്സിമം ഒരു ആക്ഷൻ മാനസാന്തരമാണ്. എന്താണ്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ദുഃഖമുണ്ട് എന്നാണ്. പക്ഷേ അതിൻ്റെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമേ ഉള്ളൂ. അഡീഷണൽ ഗ്രേസ് കിട്ടണമെന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം നമ്മൾ ഒരാളോട് ചെന്ന് പറയുകയാണ്, എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോട് സംഭവിച്ചത് എനിക്ക് വിഷമമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അയാൾ അഡീഷണലായിട്ട് നമ്മളെ സഹായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അയാൾ ഓക്കെ എന്ന് പറയത്തുള്ളൂ. അനുതാപത്തിനൊക്കെ ഒരു ഓക്കെ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ആത്മീയതയ്ക്ക് എന്താ വരണത്? നമ്മൾ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ നോക്കണം. കർത്താവേ, ചെറിയ പറയത്തില്ലേ ഈശോ, ഇപ്പം ഇവർ ഇത് പറയുന്നുണ്ട്, ആരാണ് ഈ മാളവിക പറയുന്നുണ്ട്, കർത്താവേ മരണം വരെ ഞാൻ ഉടമ്പടിയിലാണെന്ന്. അതാണ് ഫ്യൂച്ചർ സെക്യൂർ ചെയ്തവർ. അവർക്കിത് ആര് പറഞ്ഞു കൊടുത്തു? നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്ന ക്രിസ്ത്യാനി വരെ പറഞ്ഞ, കർത്താവേ എങ്ങനെയെങ്കിലും ഒരു വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ 90 ദിവസവും തേച്ച് കിട്ടിയാൽ മതി. അതാണ് നിങ്ങൾ ഈ മാളവികയുടെ കൂടെ കർത്താവിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എപ്പോഴായാലും തലക്കിട്ട് അടിമടിക്കുന്നുള്ള ഉറപ്പല്ല.